ഈ ഒരു കളം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കൊണ്ടെത്തിക്കും. ജീവിതത്തിലുള്ള എല്ലാ ഉയർച്ചയും നിങ്ങൾക്ക് സമ്മാനിക്കും. ജോലി തടസ്സമുള്ളവർ, വിവാഹ തടസ്സമുള്ളവർ, എല്ലാ തടസ്സങ്ങളും നീങ്ങാൻ ഈ കളം കാരണമാകും. ഈ കളം കൊണ്ട് ഒരു അമല് പറഞ്ഞാലും എല്ലാവരും സ്വീകരിക്കാൻ തയ്യാറല്ലേ? ഇതൊരു അത്ഭുതമാണ്. ഇതുകൊണ്ട് എങ്ങനെയാണ് അമല് ചെയ്യേണ്ടത്, എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, നമുക്ക് പരിപൂർണമായി പഠിക്കാം. എല്ലാവരും തയ്യാറല്ലേ? എല്ലാവരും തയ്യാറല്ലേ? എല്ലാവരും ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു അമലിനെ പറ്റിയാണ്. ധാരാളം ആളുകൾ സങ്കടം പറയുന്നവരുണ്ട്. തങ്ങളെ, എനിക്കൊരു അഭിവൃദ്ധിയുമില്ല, എല്ലായിടത്തും എനിക്ക് ശത്രുക്കളാണ്, എവിടെയും എനിക്ക് പരാജയമാണ്, എനിക്ക് വിജയമില്ല, എല്ലാം കൊണ്ടും തടസ്സങ്ങളാണ്, എനിക്ക് 30 വയസ്സായി അല്ലെങ്കിൽ 33 വയസ്സായി, ഇതുവരെ വിവാഹ കാര്യങ്ങൾ നടന്നിട്ടില്ല, എല്ലാ ഡിഗ്രിയും എൻ്റെ കയ്യിലുണ്ട്, എനിക്കിതുവരെ ഒരു ജോലി ലഭിച്ചിട്ടില്ല, മകൻക്ക് ജോലി ലഭിച്ചിട്ടില്ല, ഭർത്താവിന് ജോലി ലഭിച്ചിട്ടില്ല. സങ്കടങ്ങൾ പറയുന്നവർ ധാരാളമാണ്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എന്നെ സമീപിക്കുന്നവരുണ്ട്. ജോലിയിലുള്ള തടസ്സം മാറാൻ, വിവാഹത്തിലുള്ള തടസ്സം മാറാൻ, എല്ലാ നിലക്കുള്ള വിജയമുണ്ടാവാൻ ഈ ഒരു അമല് നിങ്ങളിൽ എല്ലാവരും ചെയ്യണം. ഇത് ആത്മാർത്ഥമായി സ്വീകരിച്ച്, ഇഖ്ലാസോടുകൂടി സ്വീകരിച്ചത് ചെയ്താൽ നിങ്ങൾക്ക് വിജയമാണ്. നിങ്ങൾ എല്ലാ നിലക്കുള്ള വിജയമാണ്. ഇത് ഒരു ആത്മീയ ടിപ്സാണ്. ഇത്തരം കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു കൊടുക്കാറില്ല, രഹസ്യമായി വെക്കാറാണ്. ഇത് എൻ്റെ മുഅ്മിനീങ്ങൾക്കൊന്ന് ഉപകരിച്ചോട്ടെ. നമ്മളെ മജ്ലിസ് കാണുന്നവർ, നമ്മളെ മജ്ലിസിനെ ഇഷ്ടപ്പെടുന്നവർ, ഈ ഒരു മജ്ലിസിന് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ധാരാളം സാധാരണക്കാരുണ്ട്. അവർക്കൊക്കെ ചെയ്ത് അവർക്ക് ഫലം ലഭിക്കട്ടെ, റിസൾട്ട് ലഭിക്കട്ടെ എന്ന നിലക്കാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഞാൻ പകർന്നു നൽകുന്നത്. ഇത് ആർക്കും ചെയ്യാം, ചെയ്തവർക്കൊക്കെ റിസൾട്ട് കിട്ടും. അത് തീർച്ചയാണ്, ഉറപ്പാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മളത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് സങ്കടം പറഞ്ഞ് വിളിക്കുന്നവർ, വിഷമങ്ങൾ പറഞ്ഞ് വിളിക്കുന്നവർ. തങ്ങൾ പറയുന്ന ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്, ഇത്തരം ഇടങ്ങേറിലാണ് ഞങ്ങളുടെ ജീവിതം തള്ളി നീക്കുന്നത് എന്ന് പറഞ്ഞ് സങ്കടം പറയുന്നവരുണ്ട്. ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ട്. ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞു വരിക. നമ്മുടെ സകല പ്രയാസങ്ങളും എല്ലാ ഇടങ്ങേറുകളും അള്ളാഹുവിനെ തീർത്ത് ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ അഭിവൃദ്ധിയും അള്ളാഹ് ഞങ്ങൾക്ക് നീ നൽകണം. ഞങ്ങൾക്ക് നീ നൽകണം. ഈ മജ്ലിസുകളിൽ നിന്ന് അമല് സ്വീകരിക്കുമ്പോൾ അള്ളാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ, അതിന് വലിയ ഉത്തരം നൽകണം. ഈ ഒരു അമലിനെ ഞങ്ങൾ സ്വീകരിക്കാൻ പോവുകയാണ്. അല്ലാഹുവേ നീ ഉത്തരം നൽകണേ റബ്ബേ, അമല് സ്വീകരിക്കുന്ന എല്ലാവർക്കും നീ ഉത്തരം കൊടുക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യേണ്ടത് വുളു എടുക്കാം. തഹജ്ജുദിന്റെ സമയത്ത് അല്ലെങ്കിൽ സുബഹിക്ക് ശേഷം 2 സമയത്ത് നമുക്കിത് ചെയ്യാം. വുളു എടുത്തുകൊണ്ട് നല്ല വിരിപ്പിൽ, വൃത്തിയുള്ള വിരിപ്പിലിരുന്നു കൊണ്ട് ഒരു വെള്ള ഷീറ്റ് എടുക്കുക, വെള്ള പേപ്പർ. ഇനി പേപ്പർ അത് കേടായി പോകും, നശിച്ചു പോകുന്നുള്ളവർ തകിട് അല്ലെങ്കിൽ വേറെന്തെങ്കിലും തകിട് പോലുള്ള എന്തെങ്കിലും ഷീറ്റുകൾ എടുത്തുകൊണ്ട് അതിലേക്ക് ഞാൻ ഇവിടെ കൊടുക്കുന്ന ഈ വലിയൊരു കളം, ഈ ഒരു കളം കണ്ടോ? നിങ്ങൾ കണ്ടില്ലേ? സ്ക്രീൻ മുഴുവനായിട്ട് കൊടുക്കുന്നുണ്ട്. ചിലർ പറയാറുണ്ട് ക്ലിയർ ഇല്ല. ഈ ഫോട്ടോസ്റ്റാർ എടുക്കുക, എഴുതാൻ കഴിയാത്തവർ ഫോട്ടോസ്റ്റാർ എടുക്കാം. ഇത് എഴുതാൻ കഴിയുന്നില്ലല്ലോ അങ്ങനെ പറയുന്നവർ, ഇത് നിങ്ങൾക്ക് എഴുതാൻ അറിയില്ല എന്ന് പറയുന്നവർക്ക് ഫോട്ടോസ്റ്റാർ എടുക്കാം. എടുത്തിട്ട് എഴുതാൻ അറിയുന്നവർ ഖത്തും സുലൈമാനൊക്കെ എഴുതി ഈ ഒരു കളത്തെയും വരച്ച് 4 മടക്കായിട്ട് ഇതിനെ മടക്കുക. 4 മടക്കായി മടക്കിയതിന് ശേഷം ഇനി വെള്ളം തട്ടുന്നോ അല്ലെങ്കിൽ വെള്ളം തട്ടിയാൽ നശിച്ചു പോകുന്നുള്ളവർ, പേപ്പറിൽ എഴുതിയവർ അതിനെ ടാപ്പ് കൊണ്ട്, സെല്ലോ ടാപ്പ് കൊണ്ട് അതിനെന്ത് ചെയ്യുക? ചുറ്റുക. നിങ്ങൾ ചെയ്യേണ്ടത് 41 ദിവസം ഇതിനെ കൈ പിടിച്ചുകൊണ്ട്, എപ്പോഴാണോ നമ്മൾ ഈ അമല് ചെയ്തത്, സുബഹിൻ്റെ സമയത്ത് അല്ലെങ്കിൽ തഹജ്ജുദിൻ്റെ സമയത്ത് എപ്പോഴാണോ നമ്മളിത് വരച്ചത്, ഈ കളം വരച്ചില്ലേ, അത് കയ്യിൽ ആ സമയത്ത്, അതായത് സുബഹിൻ്റെ സമയത്ത് അല്ലെങ്കിൽ തഹജ്ജുദിൻ്റെ ശേഷം
തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം വുളുഓടുകൂടി ഈ ഒരു നറക്ക് കയ്യിൽ വെച്ചുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ ഒരു ആയത്തിനെ 313 പ്രാവശ്യം ഓതുക. ഏതാണ് ആയത്ത്? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. മുഅ്മിനീങ്ങളെ എൻ്റെ കൂടെ ചൊല്ല്, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. 313 പ്രാവശ്യം ചൊല്ലാൻ തയ്യാറല്ലേ? വിജയം വേണ്ടേ? ഈ അമൽ ചെയ്താൽ നീ ഒരാളെ മുന്നിൽ സങ്കടം പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. മകൻ്റെ കല്യാണ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, കല്യാണത്തിൻ്റെ മുടക്ക് പറഞ്ഞുകൊണ്ട്, തടസ്സം പറഞ്ഞുകൊണ്ട് ഒരാളെ നീ സമീപിക്കേണ്ട ആവശ്യം വരില്ല. മകൻ്റെ ജോലി തടസ്സം പറഞ്ഞുകൊണ്ട് ഒരാളെ സമീപിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിനക്ക് തന്നെ വിജയമില്ല. എവിടെ നോക്കിയാലും പരാജയമാണ്, എവിടെ നോക്കിയാലും ശത്രുക്കളാണ്, എവിടെ നോക്കിയാലും തടസ്സങ്ങളാണ്. ജീവിതത്തിൽ ഒരു രക്ഷയില്ല, ജീവിതത്തിൽ ഒരു അഭിവൃദ്ധിയില്ല, ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല. ഒരു നിർഗതിയും കിട്ടാത്തവർ ചെയ്തോ സുബീൻ്റെ ശേഷം അല്ലെങ്കിൽ തഹജ്ജുദിൻ്റെ ശേഷം ഈ നറക്ക് നമ്മൾ 4 മടക്കിയ ഈ നറക്ക് കയ്യിൽ വെച്ചുകൊണ്ട് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം 313 പ്രാവശ്യം ചൊല്ലാൻ സിമ്പിളല്ലേ? വെറും 41 ദിവസം. പിന്നീട് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അത്ഭുതകരമായിട്ടുള്ള നാമമാണ് യാ ലത്തീഫ് യാ അല്ലാഹ്. ഈ ഇസ്മ ഒരാളെ ചൊല്ലിയാൽ അവൻ പരാജയപ്പെടില്ല. മുഅ്മിനീങ്ങളെ 129 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് 129 പ്രാവശ്യം ആത്മാർത്ഥമായി ചൊല്ല്. ഈ നറക്ക് കയ്യിൽ വെച്ചുകൊണ്ട് ചൊല്ല്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇസ്മിൻ്റെ ഹക്ക് യാ ബർക്കത്ത് കൊണ്ട്, നമ്മളെ കയ്യിൽ സൂക്ഷിച്ച ഈ നറക്കിൻ്റെ ഒരു ബർക്കത്ത് കൊണ്ട്, അതിൻ്റെ ഒരു ഫضل കൊണ്ട്, ഈ ആയത്തിൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ എല്ലാ കാര്യം അള്ളാഹു നിറവേറ്റി തരും. ഈ ഒരു മുറാദ് മനസ്സിൽ കരുതിക്കൊണ്ട് കണ്ടിന്യൂസായി 41 ദിവസം, ഒരു ദിവസം പോലും ഇതിൽ മുറിയാൻ പാടില്ല. ചെയ്തിട്ട് റിസൾട്ട് ഈ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. തീർച്ചയാണ് ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഉറപ്പാണ്. മുത്തുമിനിങ്ങൾ സങ്കടം പറയുന്നവർ, പൊട്ടിക്കരയുന്നവരുണ്ട്. ശനിയാഴ്ച നിങ്ങൾ അയച്ചു എൻ്റെ അടുത്ത് സമീപിക്കുന്നവർ, ഞാൻ ചെയ്തു കൊടുത്തിട്ട് വലിയ റിസൾട്ട് ലഭിച്ചവർ, സന്തോഷങ്ങൾ അറിയിച്ചവർ, തങ്ങളുടെ അടുത്തേക്ക് ഒരു വട്ടം വന്നിട്ടുള്ളൂ, പിന്നീട് എനിക്ക് ഉത്തരാണ്. തങ്ങളെ മജ്‌ലിസ് ഞാൻ കാണാൻ തുടങ്ങി, ഞാൻ എല്ലാ അമലും എഴുതി വെക്കും, അതൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യും, എനിക്ക് വലിയ റിസൾട്ട് ഉത്തരമുണ്ട്. നിങ്ങൾക്കിത് കമൻറ്റ് സെക്ഷൻ തന്നെ നോക്കിയാൽ അറിയല്ലോ നമ്മൾ അമൽ സ്വീകരിക്കുന്നവർക്ക് ഉത്തരമുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇതൊരു ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഞാനൊരു ഇജാസത്ത് നിങ്ങൾക്ക് തരികയാണ്. അത് ആത്മാർത്ഥമായി സ്വീകരിച്ചോ, അള്ളാഹു കബൂലാക്കും ഇൻഷാ അല്ലാഹ്. ഈ അമലിനെ ഹൃദയത്തോട് ചേർത്ത് വെക്ക്. ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണല്ലോ. ഒരു 40 ദിവസത്തിന് വേണ്ടി മാറ്റി വെച്ചാൽ മതി. നമ്മളിങ്ങനെ പ്രയാസപ്പെട്ട് എത്ര കാലത്തിനിങ്ങനെ ഉന്തി തള്ളി നീക്കുക. അതുകൊണ്ടൊരു 41 ദിവസം നിങ്ങൾക്ക് ക്ഷമിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവും. ഇത് ഞാൻ എഴുതാൻ വരക്കാൻ അറിയുന്ന കുട്ടികളെ കൊണ്ട് വരക്കിപ്പിക്കി, എന്നിട്ട് 4 മടക്കി ഈ വെള്ളം തട്ടുന്നോ നശിച്ചു പോകുന്നുള്ള പ്രയാസമുള്ളവർ അത് സെല്ലാട്ടോപ്പേറ്റ് ചുറ്റി കയ്യിൽ വെക്ക്. ഈ തകിടിൽ എഴുതാൻ കഴിയുന്നവർ അങ്ങനെ ഇത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഷീറ്റിൽ എഴുതാൻ കഴിയുന്നവർ അങ്ങനെ ഇത് കയ്യിൽ വെച്ചാൽ നിങ്ങൾക്ക് വലിയ ഉത്തരാണ്. ഇത് 40 ദിവസം കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? നറുക്ക് ഈ പേസിൽ വെച്ചോ, എവിടെയും കളയണ്ട, നീ പേസിൽ വെച്ചോ. വലിയ ബർക്കത്ത് ഉണ്ടാകും. ആ ബർക്കത്ത് അള്ളാഹു നിലനിർത്തി തരും. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഓരോരോ അമലുകൾ വിജയിക്കാനുള്ളത്, കടങ്ങൾ തീരാനുള്ളത്, സിഹർ സംബന്ധമായി പൈശാചികമായിട്ടുള്ള ഉപദ്രവം നീങ്ങാനുള്ളത്, ഓരോരോ അമല് നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ സ്വീകരിക്കുന്നവരുണ്ട്. അള്ളാഹുവിന് ഉത്തരം കൊടുക്കണ റബ്ബേ, വലിയതായിട്ടുള്ള ഉത്തരം കൊടുക്കണ തമ്പുരാനെ. ധാരാളം ആളുകൾക്ക് ഉത്തരം ലഭിച്ചവർ അള്ളാഹു നീ നിലനിർത്തി കൊടുക്കണ റബ്ബേ, നീ നിലനിർത്തി കൊടുക്കണ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഈ അമലിനെ, ഈ ഒരു മജ്‌ലിസിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത്, ഇത് ഉപകരിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഇത് ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ കുടുംബക്കാരുണ്ടാകും, കൂട്ടുകാരുണ്ടാവും, ഇത്തരം പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുന്നവർ, അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ മജ്‌ലിസിനോടൊപ്പം കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.